അപ്പോൾ നമ്മൾ പഴം പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 മുറി ഏത്തയ്ക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് തേങ്ങാപ്പീരയാണ്. 1 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഏത്തയ്ക്ക കട്ട് ചെയ്ത് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത്രയും ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നിരക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള ജീരകം, അധികം വേണ്ട, 1 നുള്ള ജീരകം ഇട്ട് കൊടുക്കുന്നു. 1 തണ്ട് കറിവേപ്പില, 1 കാ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി. ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ നമ്മൾ തേങ്ങാപ്പീര എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. നമുക്ക് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുമേ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിന് മധുരം വേണ്ടിവരാണെങ്കിൽ, കുറച്ചുകൂടെ മധുരം വേണ്ടിവരാണെങ്കിൽ 1 സ്പൂണ് പഞ്ചസാരയോടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഉടച്ചെടുക്കണം. നമ്മൾ പഴം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കാമേ. ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഇച്ചിരി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊന്ന് ചൂടായി നല്ലതുപോലെ വരട്ടെ. നമ്മുടെ പച്ചടി അങ്ങ് ലൂസായി പോമേ. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. തൈര് നമുക്കൊന്ന് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാമേ. തൈരാണെങ്കിൽ നിങ്ങൾ ലൂസാക്കി കളയരുതേ. അരപ്പ് ഇതെല്ലാം നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പൊക്കോട്ടെ. ചൂട് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ തൈര്, 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈരിട്ട് നമ്മൾ തിളപ്പിക്കരുത്, ഒന്നും ചെയ്യരുത്. അതിനാണ് തീ ഓഫ് ചെയ്തേക്കുന്നത്. നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വേണ്ടിയവർക്ക് ഇതിനകത്ത് കടുക് പൊട്ടിച്ചിടാമേ. നമ്മൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ താളിക്കുന്നുണ്ടല്ലോ, കടുക് വെച്ച് താളിക്കുന്നുണ്ട്. അതുകൊണ്ട് കടുക് പൊട്ടിച്ച് ഇടുന്നില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. പച്ചടിയിലേക്ക് താളിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്.
കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതോടെ തന്നെ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കണം. തീ ഓഫ് ചെയ്യാം. നമുക്ക് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന കടുകെല്ലാം ഇതിലേക്ക് പൊടിച്ചു കൊടുക്കാമേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സദ്യക്കുള്ള പഴം പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പച്ചടി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.